ഹേ വെൽക്കം ബാക്ക് ടു ഡ്രീം ക്രാഫ്റ്റ്. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഗാർലൻഡ് പ്രിസർവേഷനാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള തേക്കൂട് ഫ്രെയിമിൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഫ്രെയിമിൽ നമുക്ക് പല രീതിയിൽ പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. മിക്സിങ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. മിക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഈ ഒരു ഗാർലൻഡാണ് നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് റോസ് ഫ്ലവേഴ്സും ജിപ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർലൻഡാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് സാൻഡിൽ ഡിപ്പ് ചെയ്ത് ഡ്രൈ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓൾറെഡി ഡ്രൈ ആയ ഗാർലൻഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതാണ് നമ്മളിന്ന് പ്രിസർവ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്ന തേക്ക്വുഡ് ഫ്രെയിമാണ്. A4 സൈസിലുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള തേക്ക്വുഡ് ഫ്രെയിമാണ്. അതിലേക്ക് ഇതുപോലെ ജിപ്സം ഫ്ലവേഴ്സിൻ്റെ ആ സ്റ്റെമ്മ് മാറ്റിയിട്ട് മുകൾ ഭാഗത്തായിട്ടുള്ള ബഡ് മാത്രം ഞാൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ അപ്പം അതിന് വേറൊരു ഭംഗിയാണ് ഇത് ഫുൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ജിപ്സം ഫ്ലവേഴ്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഫോട്ടോ ഇതുപോലെ സെൻട്രലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 12x15 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ മെൻഷൻ ചെയ്തേക്കാം അതും കൂടി. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രെയിം വേണം എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് DM ചെയ്താൽ മതി, ഫ്രെയിംസ് അയച്ചു തരാം. ഇത് നമ്മൾ കസ്റ്റം ചെയ്യുന്നതാണ് തേക്ക്വുഡ്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ വലിയ സൈസായാലും ചെറിയ സൈസായാലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതിൽ 2 റെഡ് റോസസ് ആണ് ഉണ്ടായിരുന്നത്. സോ അത് ഞാൻ 2 കോർണറിലായിട്ട് ഫോട്ടോയുടെ കോർണറിലായിട്ട് ഇതുപോലെ വെക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന വളരെ കുറച്ച് റോസ് പൂക്കളാണ് ഉണ്ടായിരുന്നത്. സോ അതും ഇതുപോലെ ഈ ഒരു രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗാർലൻഡിൻ്റെ എൻഡിലായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു ബീഡ്സും ഫ്ലവേഴ്സും കൂടി അങ്ങനെ തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറേഞ്ച്മെൻറ്റ്സ് ഏകദേശം കഴിയുമ്പോഴത്തേനും ഈ ഒരു ലുക്കിലാണ് ഉണ്ടാവുക. പിന്നെ ജിപ്സം ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മോട് കൂടി തന്നെ ഞാൻ താഴെയും കുറച്ച് ഒരു വരി ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ മിക്സിങ് വീഡിയോ സെപ്പറേറ്റ് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിൽ മിക്സിങ് വീഡിയോയും പോറിങ്ങും ഒന്നും കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 4-5 പോറിങ്, ഒരു 6 പോറിങ് വരെ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഇത് നമ്മൾ പൊങ്ങി നിൽക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം സാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സാൻഡിങ് പ്രോസസ്സാണ്. ജസ്റ്റ് പൊങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വേണ്ടാത്ത പോർഷൻസ് മാത്രം ഞാൻ ഇതുപോലെ സാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാൻഡിങ് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കോട്ടൺ യൂസ് ചെയ്ത് ഫ്രെയിമിൽ പറ്റിയിരിക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഞാനതിലേക്ക് നെയിംസും ഡേറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം റെസിൻ പോർ ചെയ്യുന്നുണ്ട്. 2:1 റേഷ്യോയിലുള്ള റെസിനാണ് യൂസ് ചെയ്യുന്നത്. റെസിൻ മിക്സിങ്ങിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ബബിൾസ് ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബബിൾസ് ഒന്നും ഇല്ല. നല്ല ക്ലിയർ ആയിട്ട് ആണ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഔട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വേഗം നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് അർഷ. ബൈ ഫ്രം ഡ്രീം ക്രാഫ്റ്റ്.